ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സെക്ഷൻ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് സെക്ഷൻ 2 വരുന്നത് ജി ഡിക്ക് അപ്ലൈ ചെയ്തവർക്കാണ്. ജി ഡിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഈ സെക്ഷൻ 2 എന്ന പേപ്പറിൽ ഫിസിക്സും മാത്തമാറ്റിക്സാണ് ഉണ്ടാകുന്നത്. സോ ഈ ഒരു ഭാഗത്തെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ബോർഡ് ഉപയോഗിച്ച് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ അടുത്ത സെഷനിലായിരിക്കും ഉൾപ്പെടുത്തുന്നത്. സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സ് ഫിസിക്സിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ AASSR ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസും കൂടെ കാണണം. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേവ് പിക്ചർ ഓഫ് ലൈറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ. വേവ് പിക്ചർ ഓഫ് ലൈറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ. എന്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫെയിൽഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഓപ്ഷൻ ബി പോളറൈസേഷൻ ഓഫ് ലൈറ്റ്, ഓപ്ഷൻ സി ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എയർഫോഴ്സിൻ്റെ എക്സാമിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചത് മറ്റൊരു മോഡലാണെങ്കിലും ഇത് കോണ്ടൻറ്റ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആണ്. മറ്റുള്ളതെല്ലാം വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ആണ്. സോ ഇവിടെ ഫെയിൽ ടു എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ദ പാത്ത് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ y is equal to at plus bt square where a and b are constant. Y is the displacement at time t. Its velocity at any instant is given by. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പാർട്ടിക്കിളിൻ്റെ പാത്ത് തന്നിട്ടുണ്ട്. y is equal to at plus bt square. അപ്പോൾ അതിൻ്റെ ടൈം t ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ വെലോസിറ്റി ആണ്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. a plus 2bt, ഓപ്ഷൻ ബി ഈക്വൽ ടു 0, ഓപ്ഷൻ സി ഈസ് ഈക്വൽ ടു 2bt, ഓപ്ഷൻ ഡി ഈക്വൽ ടു നൺ ഓഫ് ദിസ്. സോ ഇവിടെ നമുക്ക് y ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് at പ്ലസ് bt സ്ക്വയർ എന്നാണ്. സോ നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതായത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് dx/dt. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് y ആണ്. സോ dy/dt വിത്ത് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ ATയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇവിടെ A കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്കിവിടെ കിട്ടുന്നത് A ആണ്. പ്ലസ് അടുത്തത് BT സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2BT ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് A plus 2BT. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. ഇഫ് എ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് passing through its center of mass, then its angular momentum is directed along its option A radius, option B tangent, option C axis of rotation, option D none of this. So ഇവിടുത്തെ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഡയറക്റ്റഡ് അലോങ് ഇറ്റ്സ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഹൂക്സ് ലോ എസെൻഷ്യലി ഡിഫൈൻസ് ഓപ്ഷൻ എ സ്ട്രെസ്, ഓപ്ഷൻ ബി സ്ട്രെയിൻ, ഓപ്ഷൻ സി ഇലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. അടുത്ത ചോദ്യം. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് എ ലിക്വിഡ് ആർ സ്ഫെറിക്കൽ ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഓപ്ഷൻ ബി ഓയിൽ റൈസസ് ത്രൂ ദ വിക്ക് ഡ്യൂ ടു capillarity. Option C, in drinking the cold drinks through a straw, we use phenomenon of capillarity. Option D, none of this. ഇവിടെ തന്നിട്ടുള്ള 4 കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ലിക്വിഡ് ആർ സ്ഫെറിക്കൽ ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അതായത് മഴത്തുള്ളികൾ വെള്ളത്തുള്ളികളൊക്കെ വീഴുന്നത് റൗണ്ടായിട്ട് അതായത് സ്പെറിക്കലായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? സർഫസ് ടെൻഷൻ കൊണ്ട് തന്നെയാണ്. സോ ഫസ്റ്റ് കേസിൽ തെറ്റൊന്നുമില്ല. സെക്കൻഡ് കേസ് ഓയിൽ റൈസസ് ത്രൂ ദ വിക്ക് ഡ്യൂ ടു ക്യാപ്പിലാരിറ്റി. ഇപ്പോൾ ഒരു വിളക്കിലൊക്കെ അതിലെ
ഉള്ളിലെ തുണി ഉണ്ടാവും അല്ലേ, തുണിയിൽ കൂടെ അല്ലെങ്കിൽ ആ തുണിയിൽ കൂടെ ഓയിലൊക്കെ കയറി വരുന്നത് എന്തുകൊണ്ട് തന്നെയാണ്, ക്യാപ്പിലാരിറ്റി കൊണ്ടാണ്. സോ സെക്കൻഡ് കേസും റെഡിയാണ്. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ വായിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്, അത് ഫിനോമിന ഓഫ് ക്യാപ്പിലാരിറ്റി കൊണ്ടാണെന്നാണ് പറയുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ക്യാപ്പിലാരിറ്റി ജസ്റ്റ് ആ ഒരു സ്ട്രോല് അതിൻ്റെ ലെവലിനേക്കാൾ കുറച്ച് പൊന്തി നിൽക്കുകയുള്ളൂ. സോ പക്ഷേ നമ്മൾ വായിലേക്ക് എടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് കൊണ്ടാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റോങ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ഇതിൽ ഈ ക്വസ്റ്റ്യൻ്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, എ ബക്കറ്റ് ഫുൾ ഓഫ് ഹോട്ട് വാട്ടർ ഈസ് കെപ്റ്റ് ഇൻ എ റൂം ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് കൂൾസ് ഫ്രം 75 degrees Celsius to 70 degrees Celsius in T1 minutes, from 70 degrees Celsius to 65 degrees Celsius in T2 minutes, and from 65 degrees Celsius to 60 degrees Celsius in T3 minutes. Then ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബക്കറ്റിൽ ഹോട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. അത് 75 degrees Celsius to 70 degrees Celsius മാറാൻ എടുക്കുന്ന സമയം T1 മിനിറ്റ് ആണ്. 70 degrees Celsius to 65 degrees Celsius ആവാൻ എടുക്കുന്ന സമയം T2 മിനിറ്റ്സ് ആണ്. ഇനി 65 degrees Celsius to 60 degree Celsiusലേക്ക് മാറാൻ എടുക്കുന്ന സമയം T3 ആണ്. സോ ഈ ഒരു ടൈം എങ്ങനെയാണ് ഇതിൽ ഈ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് T1 ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് T1 മൈനസ് T2 ഈക്വൽ ടു T3, ഓപ്ഷൻ ബി T1 ലെസ് ദാൻ T2 ലെസ് ദാൻ T3, അടുത്തത് T1 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T3 എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ടൈമിംഗ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 75 degrees Celsius to 70 degrees Celsius ആവാൻ ഇവിടെ രണ്ടാമത്തെ കേസ് ഉണ്ട് 70 degrees Celsius to 65 degrees Celsius. അപ്പോൾ ഇതിൽ കുറഞ്ഞ സമയം വരുന്നത് ഫസ്റ്റ് കേസിലാണ്. ദെൻ ഈ ഒരു കേസിനേക്കാൾ കൂടുതൽ ടൈം ഇവിടെ വരുന്നുണ്ട്. ദെൻ ഇവിടെ ഈ ഒരു 70 degrees Celsius to 65 degrees Celsius മുതൽ ഈ ഒരു ടൈമിനേക്കാളും കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് 65 to 60 degrees Celsius ആവാൻ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അത് T1 ഈ ഫസ്റ്റ് കേസിൽ എടുക്കുന്ന ഇതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് സെക്കൻഡ് കേസിൽ 5 degrees Celsius കുറയാൻ. ഇനി അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് 65 degrees Celsius to 60 ആവാൻ. സോ ഇതാണ് ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, കുറച്ച് കൂടുതലുണ്ട്. സോ നമുക്ക് ഡെറിവേഷൻ ഒന്നും ചോദിക്കത്തില്ല. സോ ആൻസർ ഓർത്ത് വെക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ റിപ്പീറ്റ് അടിച്ച് വരുന്നതാണ്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വൺ ഓഫ് ദ ടു ക്ലോക്സ് ഓൺ ദ എർത്ത് അടുത്ത ചോദ്യം, വൺ ഓഫ് ദ ടു ക്ലോക്സ് ഓൺ ദ എർത്ത് ഈസ് കൺട്രോൾഡ് ബൈ എ പെൻഡുലം ആൻഡ് അതർ ബൈ എ സ്പ്രിംഗ്. ഇഫ് ദ ബോത്ത് ക്ലോക്സ് ആർ ടേക്കൺ ടു മൂൺ, ദെൻ വിച്ച് ക്ലോക്ക് വിൽ ഹാവ് ദ സെയിം ടൈം പീരീഡ് ഓഫ് ദ എർത്ത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് ക്ലോക്കുകളുണ്ട്. അത് ഒന്ന് പെൻഡുലം ക്ലോക്കും ഒന്ന് സ്പ്രിംഗ് ക്ലോക്കുമാണ്. അപ്പോൾ ഇത് നിലവിൽ ഇപ്പോൾ ഭൂമിയിലാണ് ഉള്ളത്. അതിനെ മൂണിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള അതേ ടൈം പീരീഡ് ഏത് ക്ലോക്കിനാണ് ഉണ്ടാവുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മറ്റൊരു രീതിയിൽ നേവിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും എയർഫോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ആൻസർ, അതായത് ഭൂമിയിലുള്ള അതേ ടൈം പീരീഡ് ഉണ്ടാവുന്നത് ഓപ്ഷൻ എ സ്പ്രിംഗ് ക്ലോക്ക് ആണ് ഇതിൻ്റെ ശരി ഉത്തരം. കാരണം ഈ സ്പ്രിംഗ് ക്ലോക്കിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് T ഈസ് ഈക്വൽ ടു 2π √m/k ആണ്. സോ ഇതിൽ വാല്യൂ ഓഫ് ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ വാല്യൂ ഓഫ് ജിയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ടൈം പീരീഡിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. പെൻഡുലം ക്ലോക്ക് വാല്യൂ ഓഫ് ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എർത്തിലെ അതേ ടൈം പീരീഡ് ആയിരിക്കും മുകളിൽ ഉണ്ടാകുന്നത് സ്പ്രിംഗ് ക്ലോക്കിന്. സോ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ AC ആൻഡ് EMF ഈസ് π/2. വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be the instituent of the circuit. ഓപ്ഷൻ എ LC, ഓപ്ഷൻ ബി L alone, ഓപ്ഷൻ സി C alone, ഓപ്ഷൻ ഡി none of this. സോ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം LCയും L alone-ഉം C alone-ഉം ഒക്കെ
ഈ ഒരു π/2 ആയിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് ആയിട്ട് ഒരുപോലെ വരുന്നതാണ്. സോ ഇനി ഇതിൽ അല്ലാത്തത്, സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ് ആണ്. ഇനി അല്ലാത്തത് വന്നിട്ടുണ്ടെങ്കിൽ RL ആണ് കേട്ടോ. ഇനി ഓപ്ഷനിൽ മാറി എങ്ങാനും ഇതിന് പകരം RL കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യേണ്ടത് RL ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോൺ സ്പിൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ ബെക്വാറൽ, ഓപ്ഷൻ ബി ഗോഡ്സ്മിത്ത്, ഓപ്ഷൻ സി ഉലൻബീക്ക് ആൻഡ് ഗോഡ്സ്മിത്ത്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ഇത് ഉലൻബീക്ക് തന്നെ ആയിരിക്കാം ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉലൻബീക്ക് ആൻഡ് ഗോഡ്സ്മിത്ത്. ഇവരാണ് ദ കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോൺ സ്പിൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു യുക്കാവാസ് തിയറി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ് ദ ഒറിജിൻ ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ് ഈസ് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഓപ്ഷൻ എ മീസോൺസ്, ഓപ്ഷൻ ബി ഫോട്ടോൺസ്, ഓപ്ഷൻ സി ഇലക്ട്രോൺസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മീസോൺസ്. To obtain electrons as majority charge carriers in a semiconductor, the impurity mixed is. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആവണമെങ്കിൽ എന്ത് തരത്തിലുള്ള ഇമ്പ്യൂരിറ്റി ആണ് ഇതിൽ മിക്സ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ മോണോവാലൻറ്റ്, ഓപ്ഷൻ ബി ഡൈവാലൻറ്റ്, ഓപ്ഷൻ സി ട്രൈവാലൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ഇവിടെ മിക്സ് ചെയ്യേണ്ടത് പെൻറ്റാവാലൻ്റ് ആണ്, പെൻറ്റാവാലൻ്റ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദിസ്. അടുത്ത ചോദ്യം, എ ബോഡി ഈസ് സ്ലൈഡിംഗ് ഡൗൺ എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ which makes an angle of 30 degree with the horizontal. If the coefficient of friction is 0.26, the acceleration in meter per second square is option A 1.95, ഓപ്ഷൻ ബി 2.78, ഓപ്ഷൻ സി 3.47, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബോഡി ഇൻക്ലൈൻഡ് പ്ലെയിനിൽ സ്ലൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.26 ആണ്. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. അവിടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു സെക്ഷൻ 2-ൽ ചോദിച്ചിട്ടുണ്ട്. സോ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. സോ ഇതിന് ചെറിയൊരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. സോ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സാമിന് ആരും ഡെറിവേഷൻ ഒന്നും ചോദിക്കത്തില്ല. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാം. സോ ഇനി ഡയറക്റ്റായിട്ട് ഇവിടെ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് ജിയുടെ വാല്യൂ 10 ആയിട്ട് പരിഗണിക്കാം. സോ സൈൻ തീറ്റ ഇവിടെ ആംഗിൾ 30 ഡിഗ്രിയാണ്. സൈൻ 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നമുക്കറിയാം ഇവിടെ 1/2 ആണ്. 1/2 മൈനസ് ഇനി മ്യൂയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.26. ദെൻ നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ അറിയാം √3/2. സോ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇവിടെ രണ്ട് കേസിലും 2 ഉണ്ട്. സോ നമുക്കതിനെ എങ്ങനെ മാറ്റി എഴുതാം? 10 ഇൻറ്റു ഡിനോമിനേറ്റർ ഇവിടെ 2 കൊടുക്കുക. ദെൻ 1 മൈനസ് 0.26 ഇൻറ്റു √3 എന്ന് വരും. സോ √3യുടെ വാല്യൂ അതായത് എങ്ങനെ എഴുതാം? 1 മൈനസ് 0.26 ഇൻറ്റു √3യുടെ വാല്യൂ 1.73 ആണ്. 1.73. സോ ഇത് മാറ്റി എഴുതുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുക, 5 ആയിട്ട് മാറി. സോ ഇനി വരുന്നത് 5 ഇൻറ്റു ഇവിടെ 0.26 ഇൻറ്റു 1.73യുടെ വാല്യൂ വരുന്നത് 0.4498 ആണ്. സോ അതിനെ നമുക്ക് ജസ്റ്റ് എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ 1 മൈനസ് 0. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 45 ആക്കാം. സോ ഇവിടെ വരുന്ന വാല്യൂ അതായത് 5 ഇൻറ്റു 1 മൈനസ് 0.45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.55 ആണ്. സോ ഇതിൻ്റെ വാല്യൂ വരുന്നത് 2.75 ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്.
സോ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പരിഗണിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, 2.78. അത് അങ്ങനെ പരിഗണിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ആക്യുറേറ്റ് വാല്യൂ അല്ല എടുത്തിട്ടത്. ഇവിടെ 9.8 പകരം 10 ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെയും നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെയൊക്കെ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം നമുക്ക് എത്തുന്ന വാല്യൂ ഓപ്ഷൻ ബി ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇൻ സ്പേസ് കമ്മ്യൂണിക്കേഷൻ ദ സൗണ്ട് വേവ് ക്യാൻ ബി സെൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓപ്ഷൻ എ ത്രൂ സ്പേസ്, ഓപ്ഷൻ ബി ത്രൂ വയർ, ഓപ്ഷൻ സി ബൈ സൂപ്പർ ഇമ്പോസിങ് ഇറ്റ് ഓൺ അൺഡാംപ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്പേസ് കമ്മ്യൂണിക്കേഷനിൽ സൗണ്ട് വേവ്സ് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് സെൻഡ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ബൈ സൂപ്പർ ഇമ്പോസിങ് ഇറ്റ് ഓൺ അൺഡാംപ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട്. അടുത്ത ചോദ്യം, ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആർ. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കൂളം, ഓപ്ഷൻ ബി കൂളോം പെർ മീറ്റർ, ഓപ്ഷൻ സി കൂളോം മീറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, കൂളോം മീറ്റർ. സോ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കോസ്റ്റ് ഗാർഡ് എക്സാം എഴുതാൻ പോകുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.